പ്രിയമുള്ളവരെ, വചനജ്വാല 1244 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജനുവരി 26 ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പൊൻസുദിനത്തിൽ ഇന്ന് നമ്മളുടെ ഇന്ത്യയുടെ പരമോന്നത നിയമമായ ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ്. ഇന്ന് നമ്മൾ റിപ്പബ്ലിക്കായി ആഘോഷിക്കുകയാണ്. നമ്മുടെ രാജ്യം ഇന്ന് 76ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന സുദിനമാണ്. ഇന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ 22-ാം അധ്യായം 16 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങളാണ് നാം ശ്രവിക്കുക. നായ്ക്കൾ എൻ്റെ ചുറ്റും കൂടിയിരിക്കുന്നു, അധർമ്മികളുടെ സംഘം എന്നെ വളഞ്ഞിരിക്കുന്നു. അവർ എൻ്റെ കൈകാലുകൾ കുത്തിത്തുളച്ചു, എൻ്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി. അവർ എന്നെ തുറിച്ചു നോക്കുന്നു, അവർ എൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നു, എൻ്റെ അങ്കിക്കായി അവർ നറുക്കിടുന്നു. കർത്താവേ, അങ്ങ് അകന്നിരിക്കരുത്. എനിക്ക് തുണയായവനെ, എൻ്റെ സഹായത്തിന് വേഗം വരയണമേ. എൻ്റെ ജീവനെ വാളിൽ നിന്നും രക്ഷിക്കണമേ. എന്നെ നായുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കണമേ. സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കാട്ടുപോത്തിന്റെ കൊമ്പുകളിൽ നിന്ന് മുറിവേറ്റ എന്നെ മോചിപ്പിക്കണമേ. ഞാൻ അവിടുത്തെ നാമം എൻ്റെ സഹോദരരോട് പ്രഘോഷിക്കും. സഭാമധ്യത്തിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും. കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ സ്തുതിക്കുവിൻ. യാക്കോബിന്റെ സന്തതികളെ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. ഇസ്രായേൽ മക്കളെ അവിടുത്തെ സന്നിധിയിൽ ഭയത്തോടെ നിൽക്കുവിൻ. എന്തെന്നാൽ പീഡിതന്റെ കഷ്ടതകൾ അവിടുന്ന് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തില്ല. തൻ്റെ മുഖം അവനിൽ നിന്ന് മറച്ചുമില്ല. അവൻ വിളിച്ചപ്പോൾ അവിടുന്ന് കേട്ടു. മഹാസഭയിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും. അവിടുത്തെ ഭക്തരുടെ മുമ്പിൽ ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും. ദരിദ്രർ ഭക്ഷിച്ച് തൃപ്തരാകും. കർത്താവിനെ അന്വേഷിക്കുന്നവർ അവിടുത്തെ പ്രകീർത്തിക്കും. അവർ എന്നും സന്തുഷ്ടരായി ജീവിക്കും. ഭൂമിയുടെ അതിർത്തികൾ കർത്താവിനെ അനുസ്മരിക്കുകയും അവിടത്തേക്ക് തിരയുകയും ചെയ്യും. എല്ലാ ജനതകളും അവിടുത്തെ സന്നിധിയിൽ ആരാധനയർപ്പിക്കും. എന്തെന്നാൽ രാജ്യത്വം കർത്താവിൻ്റെതാണ്. അവിടുന്ന് എല്ലാ ജനതകളെയും ഭരിക്കുന്നു. ഭൂമിയിലെ അഹങ്കാരികൾ അവിടുത്തെ മുൻപിൽ കുൻപിടും. ജീവൻ പിടിച്ചു നിർത്താനാവാതെ പൊടിയിലേക്ക് മടങ്ങുന്നവർ അവിടുത്തെ മുൻപിൽ പ്രണമിക്കും. പുരുഷാന്തരങ്ങൾ അവിടുത്തെ സേവിക്കും. അവർ ഭാവി തലമുറയോട് കർത്താവിനെ പറ്റി പറയും. ജനിക്കാതിരിക്കുന്ന തലമുറയോട് കർത്താവാണ് മോചനം നേടിത്തന്നത് എന്ന് അവർ ഉദ്ഘോഷിക്കും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് പൗലോസ്ലീഹായുടെ ശിഷ്യനായ വിശുദ്ധ തിമോത്തിയെ അനുസ്മരിക്കുന്ന ദിവസമാണ്. തിമോത്തിയോടൊപ്പം ഇന്ന് പൗലോസ്ലീഹായുടെ ശിഷ്യനായ തീത്തൂസിനെയും അനുസ്മരിക്കുന്ന 2 ദിവസമാണ്. തിമോത്തി ഏഷ്യ മൈനറിൽ ലിസ്ത്ര എന്ന പ്രദേശത്ത് ജനിച്ചു. അമ്മ ഒരു യഹൂദ സ്ത്രീയും അച്ഛൻ ഒരു വിജാതീയനുമാണ്. അതുകൊണ്ട് തന്നെ പരിച്ഛേദനം സ്വീകരിച്ചിട്ടില്ല. പൗലോസ്ലീഹ
ലിസ്ത്രായിൽ ആദ്യമായി ചെന്നപ്പോൾ തന്നെ തിമോത്തിയും അമ്മയും ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു. 7 വർഷം കഴിഞ്ഞ് സ്ലീഹ വീണ്ടും വന്നപ്പോൾ തപോനിഷ്ഠനും സൽസ്വഭാവിയുമായ തിമോത്തിയെ പുരോഹിതനായി കൈവെപ്പ് നൽകി. അദ്ദേഹം പൗലോസ്ലീഹായുടെ സഹചാരിയും വിശ്വസ്ത പ്രവർത്തകനുമായി. വിശുദ്ധ പൗലോസിന്റെ കൂടെ കുറേയേറെ സഞ്ചരിച്ചു. അവസാനം എഫോസൂസിലെ മെത്രാനായി നിയമിച്ചു. സ്ലീഹായുടെ 2 ലേഖനങ്ങൾ എഫോസൂസിലെ മെത്രാനായിരിക്കുമ്പോഴാണ് ലഭിച്ചിട്ടുള്ളത്. ദൈവനിവേശിതമായതിനാൽ വിശുദ്ധ ഗ്രന്ഥം വായിക്കാനാണ് സ്ലീഹ എപ്പോഴും ഉപദേശിച്ചിരുന്നത്. 97-ാം നൂറ്റാണ്ടിൽ പൗലോസ് സ്ലീഹായുടെ ഈ വിശ്വസ്തദാസനും രക്തസാക്ഷിത്വ മകുടം ചൂടി. പ്രിയരെ, ഇന്നു തന്നെയാണ് പൗലോസ് സ്ലീഹായുടെ മറ്റൊരു ശിഷ്യനായ വിശുദ്ധ തീത്തൂസിനെയും അനുസ്മരിക്കുക. അന്ത്യോക്യയിലാണ് ജനിച്ചതെങ്കിലും ഗ്രീക്കുകാരനാണ് തീത്തൂസ്. വിജാതീയനായ തീത്തോസിനോടും സ്ലീഹ പരിച്ഛേദനം നടത്തുവാൻ ആവശ്യപ്പെട്ടിട്ടില്ല. സ്ലീഹ കൊറിന്തോസ്കാർക്കെഴുതിയ ലേഖനങ്ങളിൽ തീത്തോസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തീത്തോസിന്റെ മഹത്തായ സേവനങ്ങളെ വർണ്ണിക്കുന്നുമുണ്ട്. സ്ലീഹ തീത്തോസിന് എഴുതിയ ലേഖനങ്ങൾ പ്രകാരം ക്രീറ്റ് ദ്വീപിൽ ഭരണം നടത്തി എന്ന് മനസ്സിലാവുക. സ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിന് ശേഷം 27 കൊല്ലം കഴിഞ്ഞ് തീത്തൂസും രക്തസാക്ഷിത്വ മകുടം ചൂടി. ഇന്നത്തെ പൗലോസ് സ്ലീഹായുടെ 2 ശിഷ്യരായ വിശുദ്ധ തിമോത്തിയുടെയും വിശുദ്ധ തീത്തൂസിന്റെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസവും അതോടൊപ്പം ഇന്ത്യയുടെ 76-ാം റിപ്പബ്ലിക് ദിന ആശംസകളും നേരുന്നു.